ഈ പ്രായമുള്ള കുട്ടികളായിട്ട് ഷോപ്പിംഗ് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാനും ചുക്കും അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങാം കേട്ടോ. രണ്ടുപേർക്കും കൂടി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കൂടെ വളരെ സീക്രട്ട് ആയിട്ട് പറയുന്നുണ്ട് സ്റ്റാർബക്സിൽ നിന്ന് ഒരു ഡ്രിങ്ക് മേടിച്ചു തരുമെന്ന് കേട്ടോ. എന്തിനാ കള്ളത്തരം കാണിച്ചു കണ്ടിട്ടാണ്? എന്താ നോക്കട്ടെ, എന്നിട്ടാ നോക്കട്ടെ. ഞാൻ പറയാ സോനോ. എന്നും ഉണ്ട് ഇങ്ങനത്തെ ഗമ്മീസ് കാൻഡീസ്. നമ്മുടെ കൊള്ളിയാണ് ഇത്. കൊള്ളി വന്നത് ഇതാട്ടോ ഉരുളൻകിഴങ്ങ് പൊട്ടാറ്റോസിൻ്റെ സെക്ഷൻ. അപ്പോൾ നമുക്കൊരു പൊട്ടാറ്റോയുടെ അത് എടുക്കാം. ക്യാരറ്റ് അത് വീട്ടിലുണ്ടല്ലോ. വീട്ടിലുണ്ട്, ഞാൻ കണ്ടതില്ല പാക്കറ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അത് വെക്കാണ്ടായിരിക്കും. കുറച്ച് സബോള എടുക്കാം. സബോള ബ്ലാക്ക് ബെറി വെച്ച് മേടിച്ചിട്ടുണ്ട്. ബ്രൊക്കോളി ഉണ്ട്. സ്പിനച്ച് എടുത്ത് എന്തായാലും ഇത് മതി. ബേബി സ്പിനച്ച് ഇത് മോളിൽ എടുത്ത് നല്ല നോക്കിയെടുക്കുക. ഉള്ളിൽ ഫ്രഷ്. ഓക്കെ, അതെടുത്ത് മതി. ഇത്ര മതി. ചെറുപ്പയർ മറ്റേ മുളപ്പിച്ചിട്ടുണ്ടാണ് സംഭവം. അതൊക്കെ ബ്രെഡ് സെക്ഷനാണ്. കുറേ ലക്ഷം വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സ് ഉണ്ട്. ഏതാ ഡെസേർട്ട് സെക്ഷൻ. ഡെസേർട്ട്സ് ആണ്. മധുരം. ഇവിടുത്തെ ആൾക്കാർക്ക് മധുരത്തിനോട് ഒരു ഭയങ്കര ഇഷ്ടങ്ങൾ. എന്തിനാ മോള് തുറക്കണേ? നമുക്ക് തുറക്കണ്ട. അങ്ങനെ വയ്യോ? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഏത് ചിക്കൻ എടുക്കുമാന്ന് ഞാൻ കൺഫ്യൂസ്ഡ്. തൈസ് അടക്കം വല്ല ചിക്കൻ കഴിക്കാനാണ് താല്പര്യം തോന്നുന്നത്. നമുക്കത് നോക്കിയിട്ട് അതുപോലത്തെ എടുക്കാം. റേറ്റ് നോക്കണ്ടേ? $8 ഉള്ളൂ എന്ന് പറയുന്നത്. നമുക്ക് ഇത് എടുത്തല്ല. നോൺ വെജ് സെക്ഷനാണ്. ഇതെന്താ സംഭവം? ഇത് ആട്ടുംകാലുകൾ. ലാം ഫ്രോസൺ ലെഗ്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില $43. ഇത് ബീഫിൻ്റെ ലിവറാന്ന് തോന്നുന്നത്. ചിക്കൻ്റെ ഹാർട്ടും മാങ്ങും. ഇവിടെ എല്ലാം ഫിഷ് സെക്ഷനാണ്. ചാള, അയില, ആവോലി. ചിക്കൻ്റെ ഫേവറേറ്റ് മീനാണ് ആവോലി. ഇതൊക്കെ മീനാട്ടോ. ഇതൊക്കെ സീ ഫുഡ് സെക്ഷനാണ്. തവളർച്ചി ഉണ്ട് ഇവിടെ. തവളർച്ചി. പിന്നെ കല്ലുമ്മക്കായ എന്നല്ല ഞാൻ ഇതിന് പറയാൻ തോന്നുന്നു. ഇവിടെ മസിൽസ് എന്നാണ് പറയാം. അത് പിന്നെ ചെമ്മീൻ. അതെന്നിട്ടത് അത് സാൽമണ. അത് ഭയങ്കര റേറ്റുള്ള മീനാണ്. അതെനിക്ക് തോന്നുന്നു ആകെ പരത്തി ഇടിച്ചിടിച്ചിട്ടുള്ള അങ്ങനത്തെ മീനാണ് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മുടെ കക്ക
ഉണക്കയിറച്ചി കാണാറുണ്ട്, പക്ഷെ അത് ഇപ്പോൾ കാണുന്നില്ല. ഇത് പിന്നെ കല്ലുമ്മക്കായ ഇങ്ങനെ വന്നിട്ടുണ്ട്. കല്ലുമ്മക്കായ അത് ഞാൻ മേടിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. അതെടുത്തോ. ഇതിന് ഇവിടെ ഒന്നും ഇഷ്ടമില്ല. ഇവിടെ എന്തെങ്കിലും ഇഷ്ടമുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ ആകെ ആവോലി ഉണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കേണ്ട, എന്താ വെച്ചാൽ എല്ലാം ഉണ്ട്. അത് പിന്നെ പറയാം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഐറ്റംസ് ആയിരുന്നു മേടിക്കാനുള്ളത്. പക്ഷെ എനിക്കൊരു ഒലിവ് ഓയിലും കൂടി മേടിക്കണം. എൻ്റെ കുട്ടി വേറെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നു. നമുക്ക് ഇവിടെ നോക്കാം ഒലിവ് ഓയിൽ. ഇത് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന സംഭവങ്ങളോട്. ഇവിടുത്തെ പിക്കിൾ എന്ന് പറയുന്ന സംഭവം നമ്മുടെ അച്ചാറല്ല, പക്ഷേ ഇവിടെ പിക്കിൾസ് എന്ന് പറയുക സ്വീറ്റ് പിക്കിൾസ് ആണ്. ഇതൊക്കെ മധുരം അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ സംഭവമായിട്ട് ഇതൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഇതൊക്കെ, അയ്യോ ഗ്രേവി കിട്ടും, അതിൽ ചിക്കനായിട്ട് കഴിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ സംഭവങ്ങളുണ്ട്. പല വെറൈറ്റീസ് ഉണ്ട്. സ്വീറ്റ് ആൻഡ് സോർ, പൈനാപ്പിൾ, നമ്മുടെ സ്വീറ്റ് തായ് ചില്ലി, അല്ല തായ് ചില്ലി, അതൊന്നും വേണ്ട കണ്ണ. ഇവിടെ കാണുന്നതെല്ലാം വേണം. ഒന്നും വേണം. അവിടെ വെച്ച് എല്ലാം വേണം. ഫ്രോസൺ വെജീസിൻ്റെ അവിടേക്ക് ഒന്ന് പോവാം. ചെറുത് മതി. എന്നാ വലുതെടുത്തോ. നമുക്കൊരു ഡിഷ് വാഷ് എടുക്കണം, അപ്പോൾ അതും കൂടി ഒന്ന് എടുക്കാം. നീ കംഫർട്ടബിൾ ആണല്ലോ, നീ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓറഞ്ച് എടുത്തരാം. മാംഗോ കുടിക്കാനല്ല, പാത്രം കഴുകാനാ. ലെമണാണല്ലോ ഉദ്ദേശിച്ചത്, അതെനിക്ക് മനസ്സിലായി. അല്ല ലെമൺ ഉണ്ട് അവരുടെ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ അച്ചാറുകളും ഇന്ത്യൻ നെയ്യും, നോർത്ത് ഇന്ത്യൻ അച്ചാർസാണ്. ഇതന്നെയാ ലിച്ചിയായിരുന്നത്. കഴിച്ചേക്കാം. $1 ഉള്ളൂ. സാധനങ്ങളാട്ടോ. ഇവിടെ നമുക്ക് ഫ്രോസൺ പൊറോട്ടാസും നമ്മുടെ ഫ്രോസൺ വെണ്ടയ്ക്ക ഓരോന്നായിട്ട് ഓരോന്ന് കൊണ്ടുവരണ്ടേ. എവിടെ നിന്നാണ് ഇതൊക്കെ കണ്ടെത്തി പിടിച്ച് വരുന്ന ഒരാൾ. നന്നവിടെ എന്താണ് തപ്പി പിടിച്ച് കൊണ്ടുവന്നോളൂ. ഐസ്ക്രീം മേടിച്ച ആള് ഐസ്ക്രീം മേടിച്ച ശേഷം എന്താ അപ്പോൾ കോൺ മേടിക്കാൻ വന്നിരിക്കും. ഐസ്ക്രീം കഴിക്കാൻ കോൺ വേണ്ടേ, എന്തെങ്കിലും ഒരു കാരണം വേണം. അത് സാധാ മേടിച്ചാൽ മതി. സാധാ അതിൽ കുറേ ഉണ്ടല്ലോ, കുറേ മേടിച്ചോളൂ. എന്നാന്ന് മേടിച്ചോ. അല്ല ഞാൻ മിനി ഇവിടെ ഉണ്ട് വെച്ചിട്ടാ. കഴിഞ്ഞ മതി, ഇനിയൊന്നും വേണ്ട. അവിടെ ഒക്കെ പലതും കാണും, അതൊന്നും വേണ്ട. എന്ത് കാണുന്നതല്ല വേണം. മതി 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 മതി. വായോ 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 വായോന്ന്. എന്നിട്ട് ബാസ്ക്കറ്റാ. ഹലോ, ഇത് നമ്മുടെ ഇന്ത്യൻ. നീയല്ല നീങ്ങ. ഇത് നമ്മുടെ ഇന്ത്യൻ. ഇതാണ് കേസ് നമ്മുടെ ഇന്ത്യൻ സ്റ്റഫ്. ബോണത് അറിഞ്ഞത് 2013. ഇത് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ, മസാല സാധനം. ഗൈസ് ഇതാണ് അരി സെക്ഷൻ. പല ടൈപ്പ് അരികളുണ്ട് ഇവിടെ. ജാസ്മിൻ റൈസ്, ഇന്നത്തെ ബസ്മതി റൈസ്, നമ്മുടെ നാടൻ റൈസ്. കഴിക്കുന്നുണ്ടോ നീ അവിടെ? ഞാൻ കണ്ടുപോലില്ല കഴിക്കുന്നത്. എടുത്തോ, കഴിക്കണമെങ്കിൽ എടുത്തോ, എനിക്ക് കുഴപ്പമില്ല. കഴിക്കണം. കാണുന്നത് വെറുതെ മേടിക്കരുത്. വേഗം വേഗം വായു പോവാ, ലേറ്റാണ്. നമുക്ക് ബില്ലടിക്കാൻ കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിൽ കേട്ടോ. ഇനി നമുക്ക് ജാൻഡകളിൽ കയറാൻ സമയമില്ല. ചിക്കുനെ എവിടേക്കെങ്കിലും നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിക്കുനെ വീട്ടിലേക്ക് കയറാനേ തോന്നില്ല. അവർക്ക് ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ ഇത്, പിന്നെ കാണുന്ന എല്ലാ സാധനങ്ങളും വേണം. ഇപ്പൊ ടൈമില്ല, വീട്ടിൽ കൂടിക്ക് കുക്ക് ചെയ്യണം. അതാണ് ഫ്രൈഡേ വരാം. വണ്ടിക്ക് ഞാൻ അവിടെ വണ്ടി അവിടെയാണ് കഴിച്ച് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ വരെ ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെ വണ്ടി കാണല്ലോ. ഇങ്ങനെ നമുക്കെല്ലാം നമ്മുടെ ഡിക്കിൽ കയറാടാ. അത്യാവശ്യം ഹെവി ആരും കിട്ടിയില്ല. എവിടെ ഒരാൾ ഫസ്റ്റ് തന്നെ വണ്ടിയിൽ പോയിരിക്കാൻ പോയ സംശയമുണ്ട് എനിക്ക്. ഹലോ, മേടിക്കാൻ മാത്രമല്ല ഇൻട്രസ്റ്റ് വേണത്. ഒരു കവർ എടുത്തു പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഐസ്ക്രീം വീട്ടിൽ പോയിട്ട് അത് കഴിക്കുന്ന ഒരാൾക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ബാക്കി കുറച്ച് കവറിലാക്കണ്ടതിൻ്റെ ആക്കിടക്കണ്ട. പണിയെടുപ്പിക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ? മോന്താകുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. എന്നോട് പണിയെടുപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്? അങ്ങനെ തോന്നുകയാണെങ്കിൽ നന്നായുള്ളൂ. കുറച്ചെങ്കിലൊക്കെ പണിയെടുക്കും. ബില്ലോ ഇപ്പൊ തന്നെ എന്നോട് പറയാ ഞാൻ പുതുമുട്ടി കയറ്റി വെക്കണത് എടുത്തോളോന്ന്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ട്രോളി പോണ വെച്ചിട്ട് പോയോ കണ്ണ. ചിക്കു ട്രോളി വെക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വണ്ടിയിൽ കയറട്ടെ. വന്നോളൂ. എവിടെ ഹാന്തവരുണ്ട്. സാനിറ്റൈസ് ചെയ്തേ. കോവിഡ് നടക്കുന്നുണ്ട്. അപ്പോൾ സാനിറ്റൈസ് ചെയ്യാൻ മതി. സാനിറ്റൈസ് ചെയ്ത കണ്ണ. എന്തിനിപ്പാണ് അങ്ങനെ? ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ആവശ്യങ്ങൾ ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാൻ. Stay safe. It's Michelle signing off. It's Advikata signing off. Seat belt ഇട്ടില്ലേ കണ്ണ്? ഗൈസ്, ഈ പ്രായമുള്ള കുട്ടികളായിട്ട് ഷോപ്പിംഗ് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാലേ കാണുന്ന എല്ലാ സാധനങ്ങളും വേണം. നമ്മളത് മേടിച്ച് കൊടുക്കും ചെയ്യും. കൊടുത്തതിന് ശേഷം അവർ പിണക്കം. പിന്നെയും കാണുന്നതാ പിണങ്ങിയിരിക്കണ്. അത് കിട്ടിയില്ല, ഇത് കിട്ടില്ല. കാണുന്നത് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി അത് കൂടാണ്ട് വേറെ ഷോപ്പിംഗ് കൂടി പോകാത്തതാണ് ഇവിടെ. അപ്പോൾ എന്താണ് ടിപ്സ് ഓഫ് ദ ഡേ? ഷോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ സ്വയം പോയാൽ മതി.